സക്സസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ മന്ത്രം, പക്ഷെ അത് മനുഷ്യന്റെ മനസ്സിനെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അതിപ്രബലമായ യോഗിക ചാൻഡിനെ കുറിച്ചാണ്, നിർവാണ ഷട്ടകം. ഈ ചാൻഡ് വെറും വാക്കുകളല്ല, ഇതൊരു അനുഭവമാണ്. ചിലർ പറയുന്നു ഇത് ചൊല്ലുമ്പോൾ മനസ്സിലൊരു അത്ഭുതകരമായ ശാന്തത ഉണ്ടാകുമെന്ന്. ചില ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ഒരു കാര്യം വളരെ രസകരമാണ്. ഈ മന്ത്രം ചൊല്ലുമ്പോൾ മസ്തിഷ്കത്തിൽ ഹൈ ഫ്രീക്വൻസി ബ്രെയിൻ വേവ്സ് ഉണ്ടാകുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവയെ സാധാരണയായി ഗാമ വേവ്സ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ, ബോധം, മെന്റൽ ക്ലാരിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ത്രം നിർത്തുമ്പോൾ ഈ ബ്രെയിൻ ആക്ടിവിറ്റി കുറയുന്നതും ചില പഠനങ്ങളിൽ കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? വെറും കുറച്ച് മിനിറ്റ് ഈ ചാൻഡ് കേട്ടാൽ പോലും പലർക്കും ഒരു ആന്തരിക ശാന്തതയും ക്ലാരിറ്റിയും അനുഭവപ്പെടുന്നു. വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി അറിയാത്തവർക്ക് പോലും ഈ ശബ്ദം തന്നെ ഒരു മെഡിറ്റേഷൻ പോലെയാണ് അനുഭവപ്പെടുന്നത്. ഈ ശക്തമായ ചാൻഡിന്റെ പിന്നിലുള്ള വ്യക്തി ആരാണെന്ന് അറിയാമോ? അത് ആദി ശങ്കരാചാര്യരാണ്. നിർവാണ ഷട്ടകം എന്നത് ആദി ശങ്കരാചാര്യർ രചിച്ച ഒരു പ്രശസ്തമായ സംസ്കൃത ആത്മീയ ചാൻഡാണ്. കേരളത്തിൽ 8-ാം നൂറ്റാണ്ടിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ജ്ഞാനം പ്രചരിപ്പിച്ചു. അദ്ദേഹം വലിയ പണ്ഡിതരുമായി വാദപ്രതിവാദം നടത്തി. അതിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ ലോജിക്കിൽ തോറ്റു എന്നാണ് പറയപ്പെടുന്നത്. മണ്ടാന മിശ്രയുമായി നടന്ന പ്രശസ്തമായ ഡിബേറ്റ് ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹം വെറും ഒരു തത്വചിന്തകൻ മാത്രമല്ല, ഒരു ആത്മീയ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആശയങ്ങൾ ഇന്നും ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷന്റെ അടിത്തറയാണ്. നിർവാണ ഷട്ടകം എന്ന ചാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം നേടുന്ന ഒരു ആത്മവിചാരമാണ്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ വികാരങ്ങളല്ല. അവസാനം അതെത്തുന്നത് ഒരു സത്യത്തിലേക്കാണ്, പ്യുവർ കോൺഷ്യസ്നസ്. ഈ മന്ത്രം വെറും ചൊല്ലലല്ല, ഇതൊരു അനുഭവമാണ്. ചിലപ്പോൾ വെറും കുറച്ച് മിനിറ്റ് കേൾക്കുന്നതും നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പ്രാർത്ഥനയല്ല, മറിച്ച് സ്വയം തിരിച്ചറിയലാണ്. ഈ ചാൻഡിന്റെ മുഖ്യ ആശയം വളരെ ലളിതമാണ്: ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ വികാരങ്ങളല്ല, ഞാൻ ആഗ്രഹങ്ങളും ഭയങ്ങളുമല്ല. ഈ മന്ത്രം എൻ്റെ അടുത്ത ഷോർട്ട് വീഡിയോയിൽ ഞാൻ മലയാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവർ ദിവസവും അത് കേൾക്കുക. മാറ്റങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് മനസ്സിലാക്കുക.